ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയിൽ ഏപ്രിൽ 7-ാം തീയതി മുതൽ വാദം കേൾക്കാൻ തുടങ്ങുകയാണ്. അത് ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമല്ല, പിന്നെയും ഒരു 7ഓളം വിഷയങ്ങൾ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അതിനകത്തെ സ്ത്രീകൾ, ഇപ്പൊ ഈവൻ മുസ്ലിം സമുദായത്തിനകത്തെ അവരുടെയൊക്കെ ക്ഷേത്രപ്രവേശനം, പള്ളിയിലേക്കുള്ള പ്രവേശനമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 7ഓളം വിഷയങ്ങളുടെ പുറത്തുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിഷയങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള കെ ജയകുമാർ ക്ഷേത്രപ്രവേശന ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സത്യവാങ്മൂലത്തിലുള്ള പുതിയ ദേവസ്വം ബോർഡിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ക്ഷേത്രാചാര സംരക്ഷണം ബോർഡിന്റെ കടമയാണ്, യുവതീ പ്രവേശത്തെ എതിർക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഈ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും, ബോർഡിന് ആശയക്കുഴപ്പമില്ല, ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് സർക്കാരിനോട് ചോദിക്കണം, ശബരിമല തീർത്ഥാടനത്തിനായി പ്രത്യേക ബജറ്റ് തയ്യാറാക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. യുവതീ പ്രവേശനത്തെ കുറിച്ച് ബോർഡ് ചർച്ച ചെയ്തു, ബോർഡിന് അതിൽ ആശയക്കുഴപ്പമില്ല. ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കാനാണ്, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിലവിലുള്ള ഉത്തരവിനെ എതിർക്കും എന്നാണ് ബോർഡിന്റെ തീരുമാനം എന്ന് വളരെ കൃത്യമായിട്ട്, ആശങ്കയ്ക്കൊന്നും ഇടയില്ലാത്ത സത്യവുമാണ്. അത് ഇല്ല. എന്നാൽ VN വാസവൻ കഴിഞ്ഞ ദിവസം അതിനെ കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനമല്ല ദേവസ്വം ബോർഡിൻ്റെത് എന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പി രാജീവും ഇതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒരു വലിയ വിശദീകരണം കൊടുത്തിരുന്നു. അതിലും സർക്കാരിന്റെ മുൻ നിലപാട് ഇന്നതായിരുന്നുവെന്നോ ഈ നിലപാട് എന്തായിരിക്കും എന്നുള്ള കൃത്യവാചകം പറയുന്നില്ല മൂപ്പര്. അതിന്റെ നിയമപരമായ വശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുക ചെയ്തത്. കൃത്യമായിട്ട് സർക്കാർ എന്ത് നിലപാടായിരിക്കും അല്ലെങ്കിൽ എന്ത് സത്യവാങ്മൂലമായിരിക്കും ഇനി സുപ്രീം കോടതിയിൽ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വാചകം എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിശ്വാസികളുടെ താല്പര്യവും സംരക്ഷിക്കും, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ താല്പര്യവും സംരക്ഷിക്കും. ഇങ്ങനെയുള്ള ഒരു 2 അഞ്ചിൽ ഒരുമിച്ച് കാലിട്ടിട്ടുള്ള ഒരു നിലപാട് കേരളത്തിന്റെ, നമുക്കറിയാം, ഈ ഒരു ശബരിമല യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഒരു ചരിത്രം കേരളീയരുടെ മുമ്പിൽ ഉള്ളതാ. VS സർക്കാരിന്റെ കാലത്ത് VS സുപ്രീം കോടതി കേസ് വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് ഈ പ്രവേശനത്തെ തന്നെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് VS സർക്കാർ എടുത്തിട്ടുള്ളത്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിണറായി സർക്കാർ വന്ന സമയത്ത് വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. VS സർക്കാരിന്റെ 7 നിലപാട് ആവർത്തിച്ചുകൊണ്ട് 2016 വളരെ ശക്തമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും 2018 ഇതിന്റെ വിധി സെപ്റ്റംബർ 28 വിധി വരികയും ചെയ്തു. അത് സത്യത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു വിധി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. പക്ഷെ അതിനുശേഷം കേരളത്തിന്റെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക മതപരമായ സോഷ്യൽ ഫാബ്രിക്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ആദ്യത്തില് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ വലിയ സഹർഷം സ്വാഗതം ചെയ്യുന്ന കാഴ്ചയായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കണ്ടത്. എല്ലാവരും സ്വാഗതം ചെയ്യായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനെ വളരെ ശക്തമായി കയറ്റുമെന്നുള്ള നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തപ്പോൾ ഇതിനകത്തെ രാഷ്ട്രീയ സുവർണാവസരം മുതലാക്കിക്കൊണ്ട് BJP ഉടനടി അതിന്റെ നിലപാട് ഘടകവിരുദ്ധമായി മാറ്റുക ചെയ്തത്. അത് കൃത്യമായിട്ട് ഇതിനകത്തെ രാഷ്ട്രീയ ലാക്കും തെരഞ്ഞെടുപ്പിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള RSSന്റെ PS ശ്രീധരൻപിള്ളയുടെ ഒരു വീഡിയോ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. സുവർണാവസരത്തെ നമ്മൾ എങ്ങനെ മുതലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനൊപ്പം തന്നെ ഈ വിശ്വാസി സമൂഹത്തിന്റെ, സ്ത്രീകളായിട്ടുള്ള വിശ്വാസി സമൂഹത്തിന്റെ നാമജപ ഘോഷയാത്ര നടക്കുന്നുണ്ട്. അതിനെ ഈ പറയുന്ന ഹിന്ദു ഫ്രിഞ്ച് എലമെന്റ്സ് മുഴുവനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തില് അന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഹിന്ദുത്വത്തിന്റെ പ്രകടനാത്മകത, സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംഗതി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഭയപ്പെടുത്തുന്ന ഒന്നും കൂടിയായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ ഒരു പൊതുപ്രവർത്തനത്തിലും ഇടപെട്ടിട്ടില്ലാത്ത തരം സ്ത്രീകളാണ് ഈ നാമജപ ഘോഷയാത്രയില് അക്രമാസക്തമായിക്കൊണ്ട് പലയിടത്തും അത് അക്രമകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വയലന്റ് ആയിട്ട് അതൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രകടനവും കൂടിയിട്ട്, അത് സ്ത്രീകളിൽ കൂടെ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണവും കൂടിയിട്ടായിരുന്നു അത്. ഇപ്പൊ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ വലിയ മാധ്യമ ചർച്ചകൾ നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. ഒരു തരം
സ്വാഭാവികവൽക്കരിക്കുന്ന നോർമലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ലാഞ്ചിനെയാണ് കാണുന്നത്. ഇത് അധികം ചർച്ച ചെയ്ത് നേരത്തെ നമ്മൾക്ക് ഈ വിഷയത്തിൽ കൈപൊള്ളിയതാണെന്നുള്ളൊരു തോന്നല് സർക്കാരിനുണ്ട്. ഒരു പൊതുസമവായ കേരളം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ വിശ്വാസം അല്ലെങ്കിൽ ശബരിമല എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിൽ അധികം നവോത്ഥാനം സംസാരിക്കേണ്ട, അധികം എന്താ പറയാ പുരോഗമനപരമായിട്ടുള്ള സാധനം ആചാര സംരക്ഷണം ആണ് നല്ലത്. എന്താ പറയാ മതസ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ പറയുന്ന വകുപ്പുകളെ കുറിച്ചൊന്നും അധികം സംസാരിക്കേണ്ട എന്നൊക്കെ രീതിയിലുള്ള പ്രതിപക്ഷ നേതാവ് പോലും സർക്കാരിനെതിരെയുള്ള ഒരു കുന്തമുനയായിട്ട് ഇത് മാറ്റുന്നില്ല. കാരണം അവരുടെ നിലപാടിൽ ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആചാര സംരക്ഷണം അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷ പോലും വിധിച്ചിട്ടുള്ള ഏത് ആചാരം ലംഘിക്കുന്നവർക്ക് മാത്രമല്ല, ആചാര ലംഘനത്തെ പ്രേരിപ്പിക്കുന്നവർക്കും 2 വർഷം തടവെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര പരിഹാസ്യമായിട്ടുള്ള ഒരു നിയമം അവതരിപ്പിച്ചതാണ് UDF എന്ന് പറയുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഈ കക്ഷികളെല്ലാം കൂടെ ചെയ്തിട്ടുള്ള, അതായത് ഈ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ വളരെ പിന്തിരിപ്പനായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയം കൂടിയിട്ടായിരുന്നു അത്. പക്ഷെ നമ്മൾ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനകത്തുനിന്ന് പുരോഗമനപരമായിട്ടല്ല അത് മുന്നോട്ട് പോയത്. നമ്മൾ ആ സമര സമയത്ത് നവോത്ഥാനം എന്നുള്ള വാക്കായിരുന്നു ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ടിരുന്നത്. സ്ത്രീകളും എല്ലാവരും നവോത്ഥാനം അതിലുണ്ടാവുന്നു, അതിന്റെ പാട്ടുകൾ ഉണ്ടാവുന്നു ഒക്കെ ആയിട്ട് നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നവോത്ഥാന മതിലിൽ പങ്കാളികളായിട്ടുള്ള ആളുകളായിരുന്നു നമ്മളൊക്കെ. ഇപ്പോ നവോത്ഥാന മലയാളിയിൽ നിന്ന് ഒരുതരം ഹിന്ദുത്വ മലയാളിയിലേക്കുള്ള ഒരു പരിവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്, രാഷ്ട്രീയമാണ്. നവോത്ഥാനത്തിന്റെ കൂടെയാണോ, പുരോഗമനപരമായിട്ടുള്ള ഭരണഘടന നിശ്ചയിക്കുന്ന വിധിയുടെ കൂടെയാണോ, എന്നാൽ ഈ പറയുന്ന എന്താ പറയാ വിശ്വാസികളോടുള്ള വിട്ടുവീഴ്ചയാണോ, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് ടൂളിന്റെ വഴിപ്പെടുമോ സർക്കാർ എന്നുള്ളതാണ് നമുക്കിനി കാണാനുള്ളത്. ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് മാറ്റം വളരെ വ്യക്തമാണ്. അതിലൊരു ആശയക്കുഴപ്പമോ സംശയവും ഇല്ല. പക്ഷേ നിയമമന്ത്രി P. രാജീവ് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് വളരെ കൗതുകകരമാണ്, പ്രത്യേകിച്ച് ഇലക്ഷന്റെ മുന്നിൽ കണ്ട പശ്ചാത്തലത്തിൽ. അതായത് അന്നത്തെ VS സർക്കാരിന്റെ കാലത്തുള്ള സത്യവാങ്മൂലത്തിലുള്ളത് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിശ്വാസത്തിനുള്ള തുല്യത, അത് ഒരേ വിശ്വാസം പിന്തുടരുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആർത്തവമുള്ള സ്ത്രീകളെ വിലക്കുന്നത് ഈ അടിച്ചമർത്തപ്പെട്ട മതവിഭാഗങ്ങളെ വിവേചനത്തോടുകൂടി മാറ്റി നിർത്തുന്നതിന് തുല്യമാണെന്ന് പോലും അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാജീവ് പറയുന്നത് VS സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിലെ ഒരു ആചാര്യന്മാരടങ്ങിയുള്ള കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ നിലപാട് സമർത്ഥമായിട്ട് മറച്ചു വെച്ചുകൊണ്ട് പത്രക്കാരോട് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലോസ് ഇപ്പോൾ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു ആചാരം എന്ന നിലയിൽ ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുമതത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള മതപണ്ഡിതന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും വെച്ചുകൊണ്ടൊരു കമ്മീഷനെ നിയോഗിക്കണം എന്നാണ് അദ്ദേഹം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതെന്നുള്ള രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ മൂപ്പര് മന്ത്രി ഇങ്ങനെ കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്, ആ നിർദ്ദേശം സുപ്രീം കോടതി പരിഗണിച്ചില്ല. അതിന് പകരം അതിന് വിരുദ്ധമായിട്ടുള്ള, അത് പരിഗണിക്കാതെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചു. എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്കത് സ്വീകരിക്കേണ്ടി വരുന്നത്? ആ കമ്മീഷനെ വെച്ചിട്ട് ഈ ആചാരത്തിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു വിധി വന്നിരുന്നെങ്കിൽ എന്നുള്ള വ്യംഗ്യം കൂടിയുണ്ട്. വിധി വന്നിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു എന്നുള്ള ഒരു വളരെ പരിഹാസ്യമായുള്ള നിലപാട് മാറ്റമാണ്. അപ്പോൾ കൃത്യമായിട്ട് VS സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിലും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ തിരുത്തി പിണറായി വിജയന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിലും കൃത്യമായിട്ട് ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിനെയും മതസ്വാതന്ത്ര്യത്തിനെയും സ്ത്രീകളുടെ അവകാശത്തിനും ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു ഇടതുപക്ഷ നിലപാടിൽ നിന്ന് ഇപ്പോൾ ഒരു ആചാര്യന്മാരുടെ കമ്മീഷനിലേക്ക് സർക്കാർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. അപ്പൊ ഇപ്പോ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിൽ ഈ VD സതീശൻ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് നിരന്തരം അദ്ദേഹത്തിന്റെ യാത്രകളിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരുന്നു. എവിടെ എന്ത് നിലപാട് പറയൂ. പക്ഷെ വ്യക്തമാക്കിയപ്പോൾ അവർക്കൊരു ശബ്ദമില്ലാതായിപ്പോയി. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഈ ആചാരത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ മൊത്തം രൂപപ്പെട്ടേക്കണ ഈ രാഷ്ട്രീയ പാർട്ടികളും അതുപോലുള്ള ഈ മാധ്യമങ്ങളടക്കമുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പൊതു അന്തരീക്ഷം, അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ആചാര സംരക്ഷണ സമവായമാണെന്ന് പറയാൻ പറ്റും. അത് ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ പോലും അത്
ഭാവിയിൽ കേരളം എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ നവോത്ഥാനത്തിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ, വ്യക്തമായുള്ള ചർച്ചകളാണ് എങ്കിൽ പോലും നടക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു പരിണതിയിലേക്കായിരിക്കും ഈ ചർച്ച പോവുക എന്നുള്ളത് വ്യക്തമാണ്. നമ്മള് ശബരിമല പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് നടന്നിട്ടുള്ള സമരങ്ങളെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് നടത്തില്ല ആ സമരകാലത്തെ നവോത്ഥാന കാലത്ത് നടന്നിട്ടുള്ള അത്തരം സമരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. യുവതീ പ്രവേശനം എന്തുകൊണ്ട് അനിവാര്യമാണ്, സമുദായത്തിനകത്തെ പരിഷ്കരണം എന്നുള്ള രീതിയിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള ദീർഘമായിട്ടുള്ള സമരങ്ങൾ, അതിൽ പലതിലും ആളുകൾ അനുഭവിച്ചിട്ടുള്ള എന്താ പറയാ അക്രമങ്ങളെ, വയലൻസിന്, ഭരണകൂടത്തിൽ നിന്നുള്ള വയലൻസിനെ ആളുകൾ നേരിട്ടുള്ള കൃഷ്ണപിള്ളൊക്കെ പോലുള്ള ആളുകളുടെയൊക്കെ ഭയങ്കര ത്യാഗോജ്വലമായിട്ടുള്ള സമരങ്ങളെ നമ്മൾ പ്രകീർത്തിക്കുകയും ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് അതിൽ നിന്ന് ഈ കാലത്തെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആ കാലം അതിന് പാകപ്പെടുത്തിയെടുത്ത ഒന്നുകൂടിയിട്ടാണ് നവോത്ഥാന മൂല്യങ്ങൾ, നവോത്ഥാന നായകര്, പാർട്ടികള്, ഇടതുപക്ഷ പാർട്ടികള്, ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരു അന്തരീക്ഷം രൂപപ്പെട്ട കാലത്തിലാണ് അത്തരം സമരങ്ങൾ നടക്കുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ ഒരു കാലത്തിന്റെ തുടർച്ച എന്ന രീതിയിൽ ശബരിമല സമരത്തെ ഇടതുപക്ഷം പേരുകൾ പറഞ്ഞു, നവോത്ഥാനം എന്നുള്ള പേര് മാത്രം കടമെടുത്തത് കൊണ്ട് ആ അന്തരീക്ഷം രൂപപ്പെടുന്നില്ല. അതിനുള്ള ഒരു നിലമൊരുങ്ങലിന് വേണ്ടിയിരുന്നു. പക്ഷെ അത് കുറെ കാലമായിട്ട് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ ഇല്ലാതെ പോയി. ഇപ്പോഴും അതില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ നടക്കുന്ന അതില്ല എന്നുള്ളത് മാത്രമല്ല, അതിനെ കൂടുതൽ വർഗീയമായിട്ടും മതപരമായിട്ടും കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം അന്ധവിശ്വാസത്തിന് എതിരായിട്ടുള്ള ബില്ല് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടതെന്നുള്ളത് കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ പറയണം. അതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു സംഗതി നടത്തിയത്, കുംഭമേളം നടത്തിയത്, പൊങ്കൽ, ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് 2 ദിവസം ഇന്നലെ നടന്ന പൊങ്കാല, തിരുവനന്തപുരത്ത് നടക്കുന്ന പൊങ്കാല, അതും സ്ത്രീകളെ മുൻനിർത്തിയിട്ടാണ്. സ്ത്രീകളുടെ എന്തോ ഒരു വലിയ എമാൻസിപ്പേഷൻ ആണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് പൊങ്കാല മഹോത്സവം എന്ന് വരുത്തി തീർത്തതില് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ അതാത് കാലത്ത് ഭരിച്ച സർക്കാരുകൾക്കും ഒക്കെ ഉള്ള പങ്ക്, പിന്തിരിപ്പനായിട്ടുള്ളൊരു ആചാരത്തെ. ഇതെങ്ങനെയാണ് സ്ത്രീകളുടെ എമാൻസിപ്പേഷൻ ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് എത്ര ലോജിക്കലായിട്ട് ആലോചിച്ചാലും മനസ്സിലാവില്ല. പക്ഷെ നമ്മളിത് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഹിന്ദുത്വവാദികളും അല്ലാത്ത രാഷ്ട്രീയ കക്ഷികളൊക്കെ നിരന്തരം നമുക്ക് നേരെ അറ്റാക്ക് ആയിട്ട് വരും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എവിടെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളുമായിട്ട് ആരാധനാലയങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി മാത്രമാണ് ഈ ഇമാൻസിപ്പേഷൻ, അതാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്ന തരം ഒരു എന്താ പറയാ സ്ത്രീ സ്വാതന്ത്ര്യ മനോഭാവം ഈ പറയുന്ന ഒരു മതവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന സ്ത്രീകളുടെ ഉയർച്ചയോ ഉന്നമനമോ തുല്യതയോ ആഗ്രഹിക്കുന്നില്ല. അത് ഇസ്ലാം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതവും സ്ത്രീകളുടെ തുല്യതയെ അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മുന്നില് ആഘോഷത്തിന്റെ വക്താക്കളായിട്ട് ഇവരെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കും. സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞിട്ടാണ് പൊങ്കാല മഹോത്സവത്തിന് മാധ്യമങ്ങളുടെ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഭയങ്കരമായിട്ട് മുമ്പ് ഇവിടെ പണ്ടത്തെ പത്രക്കട്ടിങ്ങളൊക്കെ നമ്മൾ കാണാം, വളരെ കുറച്ച് ആളുകളും അങ്ങനെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ സ്റ്റുഡിയോ തന്നെ അവിടെ സെറ്റ് ചെയ്യാണ്. ഒരു ടെലിവിഷൻ ചാനല് അവരുടെ പവലിയൻ അവിടെ ഉണ്ടാവുകയും അതിന്റെ ചീഫ് എഡിറ്റർ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഇത് കിഴക്ക് വശത്തേക്കോ പടിഞ്ഞാറ് വശത്തേക്കോ ഏതോ ഒരു വശത്തേക്ക് തന്നെ തുളുമ്പിപ്പോണമേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ റിപ്പോർട്ടിംഗ് മാറി എന്നുള്ളത്. പിന്നെ ഒരു റിപ്പോർട്ടർ പുതിയ ചാനലിലേക്ക് വന്നപ്പോ അവര് പറയുന്നത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ മാറ്റം തുടങ്ങാനായി എന്നുള്ളതിൽ അഭിമാനം കൊള്ളുകയാണ് അവര്. അയോധ്യ ക്ഷേത്രം പണിത സമയത്ത് അത് ഇന്ത്യയില് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനെ ആഘോഷിച്ചത് എന്നുള്ളതിനെ വിമർശനാത്മകമായിട്ട് കണ്ട ആൾക്കാരാണ് നമ്മള്. അതിന്റെ സ്റ്റുഡിയോ മുഴുവൻ കാവി കൊടികൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും ആ വേഷവിധാനങ്ങളോടും കൂടി സ്റ്റുഡിയോയിൽ ഇരുന്ന് റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റുകളെ ഇതാണോ ജേർണലിസം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതാണോ റിപ്പോർട്ടിംഗ്, ഇതെന്ത് തരം റിപ്പോർട്ടിംഗ് ആണെന്ന് ചോദിച്ച് പരിഹസിച്ചിരുന്ന മലയാള മാധ്യമങ്ങള് ഇപ്പോ പൊങ്കാല ഇട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള കേരളത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ എല്ലാത്തരം പുരോഗമന സംഗതികളെയും ഭയപ്പെടുത്തേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രം പങ്കുള്ള ഒന്നല്ല. പക്ഷെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി നമുക്ക് ഇടതുപക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പുരോഗമന നിലപാട് എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഉറപ്പായിട്ടും, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസ് സർക്കാരുകളും അതെ. ഇപ്പൊ
മൗലികമായിട്ട് ആ തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഒരിക്കലും UDF സർക്കാരുകളെക്കാളും കൂടുതൽ LDF സർക്കാരുകൾ തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഒക്കെ പിന്തുടർച്ചയിൽ ഇവിടുന്ന് ഭയങ്കരമായ ഒരു വർഗീയതയുടെ വക്താക്കളായിട്ടൊന്നും നിൽക്കാൻ കേരളത്തിന്റെ ഒരു ഇക്വേഷൻ അങ്ങനെയല്ല. കേരളത്തിലെ എല്ലാത്തരം ആളുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരുതരം സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ വർഗീയതയിലേക്ക് പ്രത്യക്ഷത്തിൽ പോവാനായിട്ട് സാധിക്കില്ലായിരുന്നു. ആ നിലപാടിന് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഈ ആചാര സംരക്ഷണ ബില്ലില് അവരവരുടെ ഉള്ളിലുള്ള വർഗീയതയെ ആളിക്കത്തിക്കുക ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് ഈ അധികാര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും പുരോഗമനപരമായിട്ടുള്ളൊരു നിലപാടിലേക്ക് ആ മുന്നണിയോ ആ പാർട്ടിയോ ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല. എപ്പോഴും ഒരു വലതുപക്ഷത്തിൻ്റെയോ ഒരു വർഗീയവൽക്കരണത്തിൻ്റെതായിട്ടുള്ളൊരു പുതപ്പിനുള്ളിൽ, ഒരു ആവരണത്തിനുള്ളിലാണ് എപ്പോ വേണമെങ്കിലും വലതുപക്ഷം VD സതീശനൊക്കെ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് ആണ് ഇടതുപക്ഷം എന്നുള്ളതൊക്കെ ഒരു വ്യാജ പ്രസ്താവനയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു കരട് ബില്ല് തയ്യാറാക്കാന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം കേരളത്തിന്റെ പൊതുബോധത്തിന് നിഷേധമാണ്. അതുപോലെ തന്നെ RSSന്റെ സമീപനം എടുത്ത് പറയേണ്ടതുണ്ട്. RSS അന്ന് വളരെ പ്രകടമായിട്ട് തന്നെ ഇതിനെ പിന്തുണച്ച ഒരു പ്രസ്ഥാനമാണ്, സംഘടന സ്വാഗതം ചെയ്തിട്ടാണ്. അതായത് കെ സുരേന്ദ്രന്റെ ഒരു FB പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശബരിമല അയ്യപ്പൻ ഒരിക്കലും സ്ത്രീ വിരോധിയല്ല, ആർത്തവം എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണെന്നൊക്കെയുള്ള വലിയ തത്വങ്ങൾ പറഞ്ഞിരുന്ന ആളാണ് കെ സുരേന്ദ്രൻ. അതുപോലെ O രാജഗോപാല് 90കളിലൊക്കെ ഈ ശബരിമലയിലെ സ്ത്രീകൾ പ്രവേശിക്കാൻ കുഴപ്പമില്ല, വേണം എന്നൊക്കെ പറഞ്ഞ ആർഗ്യുമെന്റൊക്കെ വളരെ പ്രകടമായ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്ന ആള്, കേസരിയിൽ സ്ഥിരം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടും മുതലെടുപ്പ്, ഈ പറഞ്ഞ പോലെ സുവർണാവസരം എന്ന് പറഞ്ഞ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുമ്പോൾ തന്നെ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള കോൺഗ്രസും UDFും മുസ്ലിം ലീഗ് അടക്കമുള്ള ആ മുന്നണിയാണല്ലോ UDF, അവരൊക്കെ ഇതിൽ ഒട്ടും കുറഞ്ഞതല്ലാത്ത ഒരു കളങ്കപൂരിതമായിട്ടുള്ള ഒരു ചരിത്രം പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്ന് പറയേണ്ടി വരും. ഈ മുന്നണികളും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യം വരുമ്പോ ഇവരെല്ലാവരും ഒരടി പിന്നിലേക്ക് ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ഇതിന്റെ ഒരു യുക്തിയെ പറ്റിയിട്ടുള്ള ചിന്തയോ അതിന്റെ ഒരു വിശ്വാസത്തിനകത്തെ ഒരു അയുക്തിയോ ഒന്നും പറ്റി സംസാരിക്കാൻ മുൻകാലങ്ങളിലേതുപോലെ തയ്യാറാവുന്നില്ല എന്നുള്ളത് അതിനെ നമുക്ക് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റമായിട്ടും കൂടിയിട്ട് കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ പാർലമെന്ററി പൊളിറ്റിക്സിലെ പെർഫോമൻസിൽ വലിയ മാറ്റങ്ങളൊന്നും കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വന്നിട്ടില്ലായിരിക്കാം. ഒരു ഗ്രാജുവൽ ചേഞ്ച് വരുന്നത് 6 നിന്ന് 7%, 10% അങ്ങനെ പതുക്കെ ഉള്ള ഒരു പ്രോഗ്രഷന് നടക്കുന്നുള്ളൂ. പക്ഷേ അവർ സാധിച്ചെടുത്ത രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവനും മത സംബന്ധമായ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നവോത്ഥാനമെന്നോ പുരോഗമനപരമെന്നോ യുക്തിവിചാരമെന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരെ ഈ പാർട്ടികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വരെ മാറ്റി തീർത്തു എന്നുള്ളത് ഒരു വിശ്വാസ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട്. അതിനകത്ത് ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് ചുറ്റും കൊളുത്തിയിട്ട ചരടിന്മേലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ ഇതിന്റെ അറ്റം മുഴുവനും ഇവർ പിടിപ്പിച്ചു. നമ്മൾ ചർച്ച ചെയ്ത കുംഭമേളയുടെ ഒരു പ്രശ്നം അതാണ്. അപ്പോ ആ ചർച്ചയ്ക്കെതിരെ ഒരേ തരത്തിലുള്ള ആക്രമണമാണ് ഇടതുപക്ഷത്തിന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരേ വിഷയത്തിൽ ഒരേ പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത എതിർപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളത് പ്രതീക്ഷിച്ചതല്ല. സംഘപരിവാറിൽ നിന്നുണ്ടാവുന്ന അറ്റാക്ക് കുംഭമേളയ്ക്കെതിരെ സംസാരിച്ചാൽ ഉണ്ടാവുന്ന ഈ കാലത്ത് ഇരുന്നിട്ടും നമ്മൾ വ്യാജമായി പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് സംഘപരിവാറിനോളം തന്നെ ആക്രമിക്കപ്പെട്ടത് ഇടതുപക്ഷം CPM CPI ഹാൻഡിലുകളിൽ നിന്നാണ് ഏറ്റവും വലിയ ഭാഷ പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള അറ്റാക്ക് വന്നത്. ഈ ഹിന്ദുത്വ അന്തരീക്ഷ വ്യാപനം അത് ചിഹ്നങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, വേഷങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, ആഭരണങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, സാംസ്കാരികമായിട്ടുള്ള പരിപാടികളിലൂടെ കലയിലൂടെ സംഭവിക്കുന്നുണ്ട്, ടെലിവിഷനുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ ആർട്ടിലെ എല്ലാ ഫോമിലൂടെ
അതിനൊക്കെ പ്രതിഫലനം എന്നോണം സർക്കാരിൽ നിന്നും അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ചങ്ങാത്തം, കുംഭമേളയ്ക്കെതിരായ നിശബ്ദത, ഏറ്റവും ഒടുവിൽ പൊങ്കാല. ഇപ്പോ രസകരമായ ഒരു സംഗതി എന്താ വെച്ചാല്, തിരുവനന്തപുരം നഗരത്തില് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഭരണസമിതിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ചുമതലയാണ്. അതിനകത്തൊരു തർക്കമില്ല ഒരു ആളുകൾ കൂടുന്ന സമയത്ത്. ഇപ്പൊ BJP-യുടെ ഒരു എന്താ പറയാ ഭരണത്തിലാണ് തിരുവനന്തപുരം. അതിനകത്തെ ഒരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കും. ഇത്രയും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു മതപരമായ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു ഉത്സവ നടത്തിപ്പ് നടത്തി ഒരു ഇടതുപക്ഷ കോർപ്പറേഷൻ നടത്തി 5ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ അത് നടത്താൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആളുകള് അത് റോഡ് വൃത്തിയാക്കലോ അതിന്റെ ഇഷ്ടിക ഉപയോഗിച്ച് വീട് വെക്കലോ അല്ല അതിന്റെ രാഷ്ട്രീയം. അത് നിങ്ങളെ കൊണ്ട് നടത്തിച്ചിട്ട് ഏറ്റവും അവസാനം പരികർമ്മിയായിട്ട് ആര് മാറി? ഈ പറയുന്ന കോർപ്പറേഷൻ ഇപ്പൊ BJP-യുടെ കയ്യിലായിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഭവം കൂടിയിട്ടാണ്. ഇതൊരു തിരിച്ചറിവുണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും കാലമായിട്ട് ഇവിടെ പാസ്സാക്കാതെ കിടക്കുന്ന അന്ധവിശ്വാസ നിരോധന നിയമമുണ്ട്. അത് അവതരിപ്പിച്ചത് ഒരു CPM MLA ആണെങ്കിലും അതിന് ഇതുവരെ 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തില് അത് പാസ്സാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പൊ 15 വർഷമായി കേരള നിയമസഭയിൽ ഈ അന്ധവിശ്വാസ നിരോധന നിയമത്തിനെ കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ്. പല മുന്നണികളും ഉണ്ട്. ഇപ്പൊ LDF UDF ഒക്കെ അതിൽ ഈ ആചാര സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. വിശ്വാസ സംരക്ഷണം എന്നുള്ള രീതിയിൽ ഒരേ മനോഭാവം ഷെയർ ചെയ്യുന്ന മുന്നണികളാണ് ഈ അന്ധവിശ്വാസ നിരോധന നിയമത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഹൈക്കോടതിയിലാണ് ഇപ്പോൾ കേരള യുക്തിവാദി സംഘം കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലാണ് ഇതുള്ളത് കേസ് നടക്കുന്നത്. അപ്പോൾ മന്ത്രിസഭാ തീരുമാനപ്രകാരം കേരള സർക്കാർ ഇത്തരമൊരു നിയമത്തിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള, ജനങ്ങളോടൊന്നും പറയാത്ത ഒരു നിലപാട് ഹൈക്കോടതിയിൽ ഇടയ്ക്ക് പറയുകയുണ്ടായി. അപ്പോൾ കോടതി വളരെ ശക്തമായുള്ള നിലപാടെടുത്തു. അത് പറ്റില്ല, നിയമം വരുന്നത് വരെയെങ്കിലും ഒരു പോലീസിന്റെ സെല്ലെങ്കിലും ഈ ഇത്തരം കേസുകൾ പരിശോധിക്കാൻ പ്രത്യേകമായിട്ട് വേണം എന്ന് ഹൈക്കോടതി വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കരട് ബില്ല് തയ്യാറാക്കാനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആലത്തൂർ MLA KD പ്രസേനനാണ് ഒരു ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ആ ബില്ലിനെ കുറിച്ചുള്ള മറുപടി പറഞ്ഞ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് കേന്ദ്ര നിയമപരിഷ്കാര കമ്മീഷന്റെ ഒരു പ്രപ്പോസൽ അടങ്ങിയുള്ള ഒരു ബില്ല് പരിഗണനയുള്ളത് കൊണ്ട് ഇത് തമ്മിൽ ക്ലാഷാവും, അതുകൊണ്ട് ഈ ബില്ല് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്. ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ KT തോമസ് അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ ബില്ല് മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിന്റെ മേശപ്പുറത്തുള്ളത്. അതായത് ശാസ്ത്ര പരിഷത്ത് വളരെ ജനകീയമായിട്ട് സംസ്ഥാനം മുഴുവനും നടന്നിട്ടുള്ള ജനകീയമായിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് ബില്ലാക്കി സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അതുപോലെ കേരള യുക്തിവാദി സംഘം ഇതുപോലെയുള്ള ബില്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പൗരാവകാശ സംഘടനകളും ഒക്കെ വ്യക്തികളും കൊടുത്ത നിരവധി ബില്ലുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ശരിക്കും സർക്കാരിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ടതല്ല. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അന്ധവിശ്വാസത്തിനെ എങ്ങനെ നിർവചിക്കും, ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതായത് എപ്പോഴും ഇടതുപക്ഷത്തിന് നടന്നിട്ട് ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ V കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സമയത്ത് സോപാനത്തിൽ കയറി മണിയടിച്ച കഥയൊക്കെ ഇപ്പോഴും നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കുന്നുണ്ട്. അത് അഭിമാനപൂർവ്വമായിട്ടുള്ള സംഗതി തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ അന്ന് വിശ്വാസത്തിനെയും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളെയും അന്ധവിശ്വാസത്തിനെയൊക്കെ കൃത്യമായിട്ട് നിർവചിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് തുടർച്ചയാണെന്നാണല്ലോ ഇവർ പറയുന്നത്, കേരളത്തിലെ LDF. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇതിനെ നിർവചിക്കാൻ കഴിഞ്ഞത്? നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസ നിരോധന നിയമത്തിലെ ബില്ലുകളിലൊക്കെ ഏതാണ്ട് ഒരേ കണ്ടന്റാണ്. അതിൽ ഈ മാന്ത്രിക ഏലസോ അല്ലെങ്കിൽ പൂജകളോ കർമ്മങ്ങളോ മന്ത്രവാദമോ ഒന്നും മാത്രമല്ല പെടാം, ആൾ ദൈവങ്ങൾ വരെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, കേരളത്തിലെ ആൾ ദൈവങ്ങൾക്കെതിരെ എന്ത് നിലപാടെടുക്കണം? അവരിപ്പോ ഒരു ദൈവമാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് ഭക്തജനങ്ങളെ പറ്റിക്കുന്ന ഒരാൾ ദൈവത്തിനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? അത് നിരോധിക്കേണ്ടതല്ലേ? അപ്പൊ കേരളത്തിൽ നിരോധിക്കേണ്ട ആൾ ദൈവമാരാണ്. നമ്മുടെ മുന്നിലുള്ള ഉത്തരവുണ്ട്. അതിനെ നിരോധിക്കാൻ ഏതെങ്കിലും സർക്കാർ ഇതാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ കൃത്യമായിട്ടുള്ള ഒരു 10-15 വർഷം മുന്നേ, എന്റെ ഓർമ്മ ശരി, ഒരു 20 വർഷത്തിനുള്ളില് ഇവിടെ
ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങള് ഈ ആൾദൈവങ്ങൾക്കെതിരെ വലിയ സമരം നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അഭിമാനപൂർവ്വം കണ്ടിട്ടുള്ള സമരങ്ങളും കൂടിയിട്ടത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ ആൾദൈവങ്ങൾക്കെതിരെ ഇവരുടെ ആസ്ഥാനങ്ങളിൽ കയറി ഇതിനെതിരായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തരം ദുഷിപ്പ് ആചാരങ്ങൾക്കെതിരെയും സമരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള യുവജന സംഘടനകളാണ്. അതെ, അപ്പോ അത്തരത്തിലുള്ള ഡെഫിനേഷൻസ് വരുമ്പോൾ അന്ധവിശ്വാസത്തിനെയും വിശ്വാസത്തിനെയും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെയും മതത്തിനകത്തും വിശ്വാസത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിനൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു അധികാരത്തിലുള്ള ഇടതുപക്ഷത്തിന് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അതൊരു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിയമമായിട്ട് മുന്നോട്ട് വരാതിരിക്കുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. മുമ്പൊക്കെ ഈ പറഞ്ഞ പീക്ഷകളുടെ കഥ പറഞ്ഞ പോലെ ഈ മതത്തിനകത്തും വിശ്വാസത്തിനകത്തുമുള്ള പരിഷ്കരണങ്ങളെ കുറിച്ച് മനുഷ്യവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളെ തിരുത്തുന്നതിന് മുൻപ് പുറമേയുള്ള, അതായത് അതിന് പുറത്തുള്ള പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വിശ്വാസത്തിന് കയറി അതിന്റെ അകത്ത് നിന്നുകൊണ്ടല്ലോ, അതിന് പുറത്തു നിന്നുകൊണ്ടുള്ള സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. അപ്പോ അതിനെ തിരുത്തുന്നതിന് പാർട്ടി സംവിധാനമായാലും സർക്കാർ സംവിധാനമായാലും ഇടപെട്ടിരുന്നു, ഒരു പൗരസമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനത്തില്. പക്ഷെ ഇന്ന് ഇപ്പൊ പി രാജീവന്റെ ആചാര്യന്മാരുടെ കമ്മീഷനെ കുറിച്ച് ഊന്നല് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മതത്തിനും വിശ്വാസത്തിനകത്തുള്ള പരിഷ്കരണങ്ങള് തന്ത്രിമാർക്ക് വിട്ടുകൊടുക്കാം. അതിൽ തന്ത്രിമാരാണ് ചെയ്യേണ്ടത്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾ ആണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അതായത് പുരോഗമനപരമായിട്ട് ഉള്ള ഒരു ഇനീഷ്യേറ്റീവിൽ നിന്ന് വളരെ സമർത്ഥമായിട്ട് പിന്മാറുന്ന ഒരു ഇടതുപക്ഷത്തിനെയാണ് ഇപ്പോൾ കേരളം ഈ തന്ത്രിമാർക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ അപകടത്തെ കഴിഞ്ഞ ദിവസം PS ശ്രീധരൻപിള്ളയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അന്ന് ശബരിമല കാലത്ത് എങ്ങനെയാണ് തന്ത്രി നടയടച്ചത് എന്നുള്ളതിന്റെ വിശദീകരണം പുള്ളി കൊടുക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ പ്രവേശനം അവിടത്തേക്ക് കയറി വന്ന സമയത്ത് നടയടച്ചുകൊണ്ടാണ് ഇതിനെ പൊളിച്ചു കളഞ്ഞത്. അത് അഡ്വക്കേറ്റ് കൂടിയായ PS ശ്രീധരൻപിള്ളയുടെ ഉപദേശപ്രകാരം ഞാനാണ് ആ വഴി പറഞ്ഞു കൊടുത്തത് എന്നുള്ളത്. അതായത് തന്ത്രിക്ക് തീരുമാനിക്കാം, ഒരു കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണമെങ്കിൽ തന്ത്രിക്ക് തീരുമാനിക്കാം എന്നുള്ള നിയമം പഴുത് ഉപദേശിച്ചു കൊടുക്കാനും മാത്രം ശേഷിയുണ്ട് ആർക്ക്? സംഘപരിവാറിന്. ആ തന്ത്രിമാരുടെ ഉപദേശത്തിനുമാണ് പി രാജീവിനെ പോലുള്ള ആളുകള് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഇരട്ടത്താപ്പും കൂടി ഉണ്ട് ഈ സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിൽ. മുൻപ് കൊടുത്ത സത്യവാങ്മൂലം, അതായത് പുരോഗമനപരമായിട്ടുള്ള, അത് സ്ത്രീ പ്രവേശനം വേണമെന്ന് ബാധിക്കുന്ന സത്യവാങ്മൂലം ദേവസ്വം ബോർഡാണ് കൊടുത്തതെങ്കിലും അതിനെ കൃത്യമായി ഫുൾ ഓൺ ചെയ്തത് സർക്കാരാണ്. ഇന്നത്തെ സർക്കാരും പാർട്ടിയും. അതായത് അവരുടെ നിലപാടായിട്ടാണ് പാർട്ടിയുടെ സർക്കാരിന് അന്ന് PRD ഒരു ലഘുലേഖ അടിച്ചിറക്കുന്നുണ്ട്, സുപ്രീം കോടതി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്. അതില് കൃത്യമായിട്ട് സർക്കാരിന്റെയും CPM-ന്റെയും ഒക്കെ കൃത്യമായിട്ട് നിലപാട് അതിൽ ഊന്നി പറയുകയും അത് നമ്മുടെ നിലപാടാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കൂ, അയ്യപ്പ സംഗമം നടത്തുന്നു, ഇതുപോലെ അത് ദേവസ്വം ബോർഡാണ്, അത് സർക്കാരിന് റോഡില്ല, അതൊരു പിന്തിരിപ്പൻ പരിപാടിയാണെന്ന് ഇവർക്ക് അറിയാം. അതുപോലെ ഇപ്പൊ K. ജയകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ള ദേവസ്വം ബോർഡ് കൊടുക്കുന്ന സത്യവാങ്മൂലം അത് ദേവസ്വം ബോർഡാണ് കൊടുക്കുന്നത്, സർക്കാരിന് അത് റോഡില്ല, കൃത്യമായിട്ട് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇരട്ടത്താപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത് യുവതികളായ സ്ത്രീകൾക്ക് വിശ്വാസത്തിൽ തുല്യ അവകാശമുണ്ട്, സമത്വം. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 14 സമത്വവും, ഇത് രണ്ടും പറഞ്ഞിട്ടാണല്ലോ പ്രവേശനം വേണമെന്ന് പറയുന്നത്. സമത്വം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് എടുക്കാം. അതായത് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാൻ, ദൈവ വിശ്വാസത്തിനുള്ള സമത്വത്തിന് വേണ്ടിയാണ് ഈ കണ്ട സമരം മുഴുവനും ഇവിടെ നടന്നിട്ടുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു സംഗതിയുണ്ട്. ഇലക്ഷൻ വരാനും കൂടിയിട്ട് പോവാണ്. പാർലമെന്റ് പാസ്സാക്കി വെച്ചേക്കുന്ന ഒരു നിയമമുണ്ട്. അത് സ്ത്രീകളുടെ 33% സംവരണം എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിലവിൽ പാസ്സായിരിക്കുന്ന ഒരു നിയമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചുകൊണ്ട് രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ, അതിനൊരു വലിയ 10-26 വർഷത്തെ ചരിത്രം കൂടെ ഉണ്ട് കേട്ടോ, അവതരിപ്പിച്ച് പിന്നീട് അത് പാസ്സാക്കി എടുക്കാൻ എടുത്ത ഒരു സമയം എന്ന് പറയുന്നത് ഒരു പുരോഗമന സമൂഹത്തിൽ ഒരു കാലത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കാലതാമസമുണ്ട്. അതിനുശേഷം ഈ പറയുന്ന നിയമം പാസ്സാക്കിയതിനു ശേഷം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ
2023 പാസ്സാക്കിയിട്ടുള്ള. കേരളത്തിൽ തന്നെ ലോക്സഭാ ഇലക്ഷൻ നടന്നു. ഇനിയിപ്പോ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏതെങ്കിലും പാർട്ടി ആത്മാർത്ഥമായിട്ട് 33% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കുമോ? അതൊരിക്കലും ജനസംഖ്യാനുപാതികമല്ല. ഇപ്പൊ കേരളത്തിന്റെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1.5 കോടിയിലധികം 1.7 മറ്റോ ആണ് സ്ത്രീകളുടെ എണ്ണം. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ 33% പോരാ, 50%. ഇവിടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുകയും ഭരിക്കുകയും ഭരിച്ചു തെളിയിക്കുകയൊക്കെ ചെയ്ത് പഞ്ചായത്തുകളൊന്നും നശിച്ചു പോയിട്ടൊന്നുമില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായ ഭരണം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിലുള്ള നിയമസഭയില് വെറും 8% മാത്രം, 14 പേരോ മറ്റാണ്, 14 പേരാണ് നിയമസഭയില് ഇപ്പോഴുള്ള സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ മത്സരിക്കാറുണ്ടോ? ചിലപ്പോ മത്സരിപ്പിക്കും. എവിടെയാ മത്സരിപ്പിക്കുക? തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കും. മതം മാതിരി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും. മതം എങ്ങനെയാണോ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ മാത്രം അവസരം കൊടുത്തുകൊണ്ട് അടിച്ചമർത്തുകയും ഒരു തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിലോ പങ്കാളികളാക്കാത്തത്, അതുപോലെ തന്നെയാണ് നയരൂപീകരണത്തിലും അധികാര കേന്ദ്രങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് ഇതിനകത്ത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടി സംവിധാനങ്ങൾ കൂടിയാണ്. ഈ സ്ത്രീകളുടെ എണ്ണം, പ്രാതിനിധ്യാനുസരിച്ചുള്ള സ്ത്രീകളുടെ എണ്ണം ഇല്ല എന്ന് പറയുമ്പോൾ അതിനേക്കാട്ടിലും കുറവാണ് എന്ത്, അതിനകത്ത് തന്നെയുള്ള മുസ്ലിം ദളിത് പ്രാതിനിധ്യം എന്നും പറയുന്നത് ഏറ്റവും കുറവാണ്. ഇപ്പൊ ആദിവാസി മേഖലയിൽ നിന്നോ ദളിത് മേഖലയിൽ നിന്നുള്ള സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പോലും പറ്റാത്തത്രയും കുറവാണ് ഈ പറയുന്ന സംഗതികളിലൊക്കെ ഉള്ള. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികള് അതിനുള്ള പ്രാതിനിധ്യം, അതൊരു പക്ഷേ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അതന്നെയാണ്. ഒരു നിയമനിർമ്മാണ സഭയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നയരൂപീകരണങ്ങളിൽ അതൊരു സാധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ സമയത്തും കോൺഗ്രസിലെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ റെപ്രസെന്റേഷന്റെ കാര്യത്തില്. അത് ശരിയാണ്. ഇപ്പൊ ആൾദൈവങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അമൃതാനന്ദമയി എന്ന് പറയുന്നത് ദളിതയായ ഒരു സ്ത്രീയാണെന്നും അവരുടെ ഉള്ള അനുയായി വൃന്ദങ്ങൾ നോക്കുമ്പോൾ അവർ വളരെ ശക്തമായ സ്ത്രീയാണല്ലോ എന്നാണ്. മാത്രമല്ല അവർ പ്രതിഷ്ഠയൊക്കെ നടത്തുന്ന അമ്പലത്തിലെ പൗരോഹിത്യം. അതെ, അത് അധികാരമാണോ സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ അതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രകടനത്തിന് വെച്ചിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? നിർമ്മല സീതാരാമൻ. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളും കൂടിയാണ്. ദ്രൗപദി മുർമു നമ്മളുടെ ആദിവാസിയാണ്. എല്ലാ ഇക്വേഷനും ചേരുവകളും ഒന്നിച്ചേർന്ന് ഒരു സ്ത്രീയാണ് രാഷ്ട്രപതിയായിട്ട് നിയമിച്ചേക്കുന്നത്. അത് റൈറ്റ് വിംഗ് പൊളിറ്റിക്സിന്റെ ഒരു കൃത്യമായ എന്താണ് ടാക്ടിക്സും കൂടിയാണ്. അത് അവരെല്ലാ മേഖലയിലും പയറ്റുന്നുണ്ട്. കേരളത്തിൽ അത് പയറ്റിക്കൂടായികയില്ല. കേരളത്തിൽ മത്സരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളെക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ ആര് തയ്യാറാവും? ബി ജെ പി തയ്യാറാവും. അത് അവരുടെ പൊളിറ്റിക്കൽ അങ്ങനെയും കൂടി ചേർന്നതാണ് ആ പൊളിറ്റിക്സ് എന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മതത്തിലെ ആചാര സംരക്ഷണം പാർട്ടിയിലും അതേ രീതിയിലുള്ള ആചാര സംരക്ഷണമായിട്ട്, പാട്രിയാർക്കി എന്ന് പറഞ്ഞ ആചാര സംരക്ഷണമായിട്ട് തുടരുകയാണ്. മതവും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപോലെ സ്ത്രീ വിരുദ്ധമാവുന്നത് ഈ പല പല പ്രത്യക്ഷത്തിൽ തോന്നാത്ത വിധത്തിൽ എന്താ പറയാ, പൊങ്കാലയിടുന്ന സ്ത്രീകള് അവരുടെ ഒരു എന്താ പറയാ സ്ത്രീ എന്നുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യം ഈ പൊങ്കാലക്കലത്തിനകത്ത് ഒളിച്ചു വയ്ക്കുകയാണെന്ന് സ്ത്രീകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് വലിയൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.